നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ യുഡിഎഫ് എന്ന മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് പിന്നാലെയുള്ള ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ.സി. വേണുഗോപാലും കെ. സുധാകരനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അടൂർ പ്രകാശ് പെരുങ്കള്ളന്മാരുടെ സമ്മാനം വാങ്ങിയെന്ന് എം.വി. ഗോവിന്ദനും വി. ശിവൻകുട്ടിയും ആരോപിക്കുമ്പോൾ ചില ചിത്രങ്ങൾ കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കടന്നപ്പള്ളി അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോൾ അടൂർ പ്രകാശിനെ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഇവർ വഴി തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ കൈമാറ്റടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ചാടിയിറങ്ങുകയായിരുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു നിലപാടൊന്നും സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. വളരെ സംയമനത്തോടുകൂടി വളരെ സൗമ്യതയോടുകൂടി പെരുമാറുന്ന അടൂർ പ്രകാശാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. പോറ്റിയോടൊപ്പം ഒന്നും ഇരുത്തി ചോദ്യം ചെയ്തിട്ടില്ല എന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. കെ.സി. വേണുഗോപാൽ വഴി സ്വർണ്ണക്കൊള്ള കോൺഗ്രസിന്റെ തലയിടാനുള്ള രാഷ്ട്രീയ നീക്കം മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചത് ഇന്നലെ പത്തനംതിട്ടയിലാണ് നടന്നത്. ഒറ്റ രാത്രി കഴിഞ്ഞപ്പോൾ യുഡിഎഫ് കൺവീനർ ചോദ്യമുനയിൽ. ഈ ടൈമിംഗിന് കാരണം SITയെ സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കിയതാണ് എന്ന ആരോപണം കോൺഗ്രസ് ഒന്നടങ്കം ഉന്നയിക്കുകയാണ്. സ്വന്തം തടി കേടായപ്പോൾ മറ്റുള്ളവരെ കൂടി പെടുത്താനുള്ള വിഫല ശ്രമമെന്ന് കെ.സി. വേണുഗോപാലും വ്യക്തമാക്കി. അടൂർ പ്രകാശിനെ പോലെ തന്നെ പോറ്റിയോട് അടുപ്പം പുലർത്തിയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഡിസംബർ അവസാനം ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികളില്ലാത്തതും രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണത്തിന്റെ തെളിവ് യുഡിഎഫ് ഉയർത്തുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് കാര്യമായി പ്രതികരിച്ചില്ല. എന്നാൽ വീണു കിട്ടിയ അവസരമാക്കി ആഘോഷിക്കുകയാണ് CPM-ഉം സർക്കാരും. വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും സോണിയാഗാന്ധിയെ സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്.